ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ പൈത്തൺ ലൂപ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ലൂപ്സ് എന്താണ്, എന്തൊക്കെ തരം ലൂപ്സ് ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ സ്ക്രീനിലേക്ക് നോക്കിയാൽ കഴിഞ്ഞ ദിവസം നമ്മൾ എന്തൊക്കെയാണ് നോക്കിയെന്നുള്ളതിൻ്റെ ജസ്റ്റ് ഒരു ഇത് കാണാം. അതായത് നമ്മൾ കഴിഞ്ഞ തവണ നോക്കിയത് ഈഫിനെ കുറിച്ചാണ്. ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്സും ഈഫ് എൽസ് ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് നോക്കിയത്. അപ്പോൾ നമുക്ക് ലൂപ്സിലേക്ക് എടുക്കാം. ഓക്കെ, ലൂപ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതായത് നമ്മൾ പർട്ടിക്കുലർ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സോ ഒന്നിലധികം സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ജസ്റ്റ് വീണ്ടും വീണ്ടും അതേ ലൈൻ ടൈപ്പ് ചെയ്യുന്നതിന് പകരം ലൂപ്സ് ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു പ്രിന്റ് ചെയ്യാണ്. പ്രിന്റ് ഹലോ എന്ന് പ്രിന്റ് ചെയ്യാന്നിരിക്കട്ടെ. ഓക്കെ, പ്രിന്റ് ഹലോ എന്ന് പ്രിന്റ് ചെയ്യാന്നിരിക്കട്ടെ. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഓക്കെ ഹലോ എന്ന് ഒരു തവണ പ്രിന്റ് ചെയ്തു. എനിക്കിതൊരു 10 തവണ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കോപ്പി ചെയ്ത് ഇങ്ങനെ പേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അതിൻ്റെ പകരം നമുക്ക് ഒരു ലൂപ്സ് ഉപയോഗിച്ച് വളരെ സുഖമായിട്ട് ചെയ്യാം. ലൂപ്പ് എന്ന് പറയുമ്പോൾ 2 തരം ലൂപ്പ് ഉണ്ട്. ഒന്ന് നമുക്ക് ഫോർ ലൂപ്പ് ഉണ്ട്, വൈൽ ലൂപ്പ് ഉണ്ട്. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലൂപ്സ്. ഇത് രണ്ടുമാണ്. ഫോർ എന്ന് പറയുമ്പോൾ നമ്മളൊരു ലിമിറ്റ് കൊടുക്കും. അതായത് ഇപ്പോൾ ഒരു 10 തവണയാണെങ്കിൽ നമ്മൾ 10 എന്നൊരു ലിമിറ്റ് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ 100 ആണെങ്കിൽ 100 എന്നൊരു ലിമിറ്റ് കൊടുക്കണം. എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ ലിമിറ്റ് നമ്മളായിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഫോർ ലൂപ്പ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ വൈൽ ലൂപ്പാണ് അടുത്ത ടൈപ്പ് ലൂപ്പ് എന്ന് പറയുന്നത്. വൈൽ ലൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയില്ല ഇത് എപ്പോഴാണ് തീരണേന്ന്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഫോർ ലൂപ്പ് എങ്ങനെയാണെന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഫോർ എഴുതണമെങ്കിൽ ഇത്രേ ഉള്ളൂ. ഫോർ എന്നൊരു കീവേഡ് യൂസ് ചെയ്യാം. ഒരു എന്തെങ്കിലും ഒരു വേരിയബിൾ കൊടുക്കുക. ഇപ്പോൾ എന്തുവേണമെങ്കിൽ നമുക്ക് സാധാരണ ലൂപ്സിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ഐ ആണ്. ഐട്രേറ്റ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലൂപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഐട്രേറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെയാണ് ഐ എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. ഐ ഇൻ റേഞ്ച് 10. ഓക്കെ, നിങ്ങളിപ്പോൾ നോക്കാം, റേഞ്ച് ഓഫ് 10 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, 10 തവണ ലിമിറ്റ് കൊടുത്തേക്കണം. 10 തവണ ലൂപ്പ് ചെയ്യാന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പോൾ പ്രിന്റ് ഹലോ എന്ന് നമ്മൾ പ്രിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് 10 തവണ ഈ ഹലോ എന്ന് വേണമെങ്കിൽ പ്രിന്റ് ചെയ്യും. വേണമെന്നൊക്കെ റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഹലോ എന്നുള്ളത് 10 തവണ പ്രിന്റ് ചെയ്യും. ജസ്റ്റ് 2 ലൈൻ ഓഫ് കോഡ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളൂ. ആ 2 ലൈൻ ഓഫ് കോഡ് കൊണ്ട് തന്നെ 10 തവണ നമുക്ക് വേണ്ട കാര്യം എക്സിക്യൂട്ട് ചെയ്തു. അതാണ് ഫോർ ലൂപ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പരിപാടി. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത്രയേ ഉള്ളൂ ഫോറിൻ്റെ ഒരു സിൻടാക്സ് എന്ന് പറയുമ്പോൾ. നിങ്ങൾക്ക് ഇവിടെ ഐ ഉപയോഗിക്കുന്നതിന് പകരം വേറെ എന്നാ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. പിന്നെ മെയിനായിട്ട് ഉള്ളത് നമ്മുടെ വൈൽ ലൂപ്സ് ആണ്. വൈൽ ലൂപ്സ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല എൻഡ് എപ്പോഴാണ്. നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യാൻ നിൽക്കട്ടെ, അതിൻ്റെ എൻഡ് നമുക്ക് അറിയില്ല നിൽക്കട്ടെ. വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലോഗിൻ സിസ്റ്റം ആണ് എഴുതുക. ലോഗിൻ സിസ്റ്റം നമ്മൾ യൂസർ നെയിം പാസ്വേഡും കൊടുക്കണം. അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുക, അല്ലാത്ത പക്ഷം വീണ്ടും അത് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കാണിക്കുക. അതായത് യൂസർ നെയിം ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ പാസ്വേഡ് എന്താണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്യുക എന്നുള്ളത് വീണ്ടും വരികയാണ്. നമുക്കറിയില്ല, ചിലപ്പോൾ യൂസർ ഫസ്റ്റ് ടൈം തന്നെ എന്താ പറയുക കറക്റ്റ് ആക്കുമായിരിക്കും. അതെന്താ പാസ്വേഡും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആക്കി ലോഗിൻ ചെയ്യുമായിരിക്കും. ചിലപ്പോൾ അത് 2 തവണ ചെയ്യുമ്പോഴേക്കും ശരിയാവുന്നത്, ചിലപ്പോൾ ഒരു 10 തവണ ചെയ്യുമ്പോഴായിരിക്കും ശരിയാവുന്നത്. നമുക്കറിയില്ല അത് എപ്പോഴാണ് തീരുന്നതെന്ന്. അതായത് ആ പർട്ടിക്കുലർ പ്രോസസ്സ് എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പിന്നെ ആ ഒരു കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്നത് എപ്പോഴാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. അപ്പം അത്തരം ഒരു കേസിൽ നമുക്കറിയില്ല ഈ ലിമിറ്റ് എങ്ങനെ. അപ്പം നമുക്കൊരു 4 ഒക്കെ വെച്ചിട്ട് ഒരു 10 ലിമിറ്റ് കൊടുക്കാൻ പറ്റില്ല, ഒരു ലിമിറ്റും കാര്യങ്ങളും കൊടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ വൈൽ ലൂപ്പ് ഉപയോഗിക്കുന്നത്. വൈൽ സാധാരണ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വൈൽ കൊടുക്കുക, അതിനുള്ളിൽ വേണമെന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റ്സ് കൊടുത്തിട്ട് അതിനുള്ളിൽ നമുക്ക് കണ്ടീഷൻ കൊടുക്കാം. ട്രൂ എന്ന് കൊടുത്ത് നമ്മളൊരു കോളം കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ പ്രിന്റ് ചെയ്യാം, പ്രിന്റ് ഹലോ. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ റൺ ചെയ്ത പ്രത്യേകിച്ചൊന്നുമില്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് ഹലോ എന്ന് ഇങ്ങനെ പ്രിന്റ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇപ്പം ഇതിനൊരു എൻഡ് നമ്മൾ കൊടുത്തിട്ടില്ല. എക്സാമ്പിൾ നമ്മളിവിടെ കൊടുക്കുകയാണ്, ഇവിടെ നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വൈൽ ലൂപ്പ് കൊടുക്കുമ്പോൾ നമ്മളൊരു എൻ്റെ എൻഡിങ് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടേ ഇരിക്കുള്ളൂ ചെയ്യുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ജസ്റ്റ് റൺ ചെയ്യാം നമുക്ക്. ഓക്കെ, ഇത് നമുക്ക് റൺ ചെയ്യാം. ഓക്കെ, നമ്മൾ റൺ ചെയ്തുകൊണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ പ്രത്യേകിച്ചൊന്നും മാറ്റം വരുന്നില്ല, കാര്യം ഹലോ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ Ctrl C നോക്കി കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആയിക്കോളും. ഓക്കെ, അങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വേറൊരു രീതി നോക്കാം, അതായത് ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് CTR ഈസ് ഈക്വൽ ടു 0 എന്ന് ഞാൻ കൊടുക്കും. CTR എന്ന് ഉദ്ദേശിച്ചാൽ കൗണ്ടർ വാല്യൂ, ജസ്റ്റ് ഒരു വാല്യൂ ഇങ്ങനെ കൂടി ഓക്കെ, വാല്യൂ ഇങ്ങനെ കൂടി വരിക എന്നാണ് കൗണ്ടർ എന്നുകൊണ്ട് യൂസ് ചെയ്യുന്നത്. കൗണ്ടർ എന്ന് പറയുന്നത് 0 കൊടുത്തു. എന്നിട്ട് ഞാൻ കൊടുക്കുകയാണ് വൈൽ CTR ഗ്രേറ്റർ ദാൻ 10 അല്ല ലെസ് ദാൻ 10 കൊടുക്കാം. ലെസ് ദാൻ 10 ആണെങ്കിൽ പ്രിന്റ് CTR. ഒക്കെ നമ്മൾ വേറെ ഒന്നും പ്രിന്റ് ചെയ്യണം, ആ നമ്പർ ആണ് ഇവിടെ നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിങ്ങനെ റൺ ചെയ്ത് കഴിഞ്ഞാലും കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വാല്യൂ നമ്മൾ കൊടുത്തു, CTRന്റെ വാല്യൂ 0 കൊടുത്തു. ഇവിടെ നോക്കുന്നത് 10നേക്കാളും ചെറുതാണോ നോക്കും. ആക്ച്വലി ഇത് ട്രൂ വാല്യൂ ആണ്.
ഈ കണ്ടീഷൻ ട്രൂ ആണ് ഇവിടെ. CTR എന്ന് പറഞ്ഞ വാല്യൂ 0 ആണ്. 0 എന്നത് 10 ചെറുതാണ്. ഓക്കെ, ട്രൂ ആണ്. ട്രൂ ആയതുകൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വെച്ചാൽ CTR പ്ലസ് ഈക്വൽ ടു 1. അതായത് ഇത്രയേ ഉള്ളൂ. CTR പ്ലസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ CTRന്റെ കറന്റ് വാല്യൂവിന്റെ കൂടെ 1 കൂടി എന്താ പറയുക ഇൻക്രീസ് ചെയ്യുക. അതായത് ഇപ്പോൾ ആദ്യം 0 ആണ്. 0 ആകുമ്പോൾ ഇവിടെ ഫസ്റ്റ് പ്രിന്റ് ചെയ്യണം 0 എന്നൊരു പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞ് തൊട്ട് താഴത്തെ ലൈൻ പ്രിന്റ് ചെയ്യുമ്പോൾ CTR പ്ലസ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ CTRന്റെ വാല്യൂ 0 എന്നതിന്റെ കൂടെ ഒന്നും കൂടി 1 ആയി മാറും. അത് കഴിഞ്ഞ് അടുത്ത തവണ നോക്കുമ്പോൾ 1 ആയി. 1 ലെസ് ദാൻ 10 ആണോ നോക്കും. അപ്പോൾ 1 ഇവിടെ പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ 2 ആവും. അങ്ങനെ കൂടി വരുവാണ് ചെയ്യുന്നത്. നമുക്കൊന്ന് സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, റൺ ചെയ്ത് കഴിഞ്ഞാൽ അറിയാം നമുക്ക് 0 to 9 വരെ പ്രിന്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ കൊടുത്ത ലെസ് ദാൻ 10 എന്ന ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 9 വരെ പ്രിന്റ് ചെയ്യുന്നതിന് പകരം 10 കൂടി പ്രിന്റ് ചെയ്യും. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ചെറിയൊരു പ്രൊജക്റ്റോ അല്ലെങ്കിൽ ചെറിയൊരു അസൈൻമെന്റ് ഒക്കെ ചെയ്ത് നോക്കാം. നമ്പർ ഗസിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും, നമ്മളൊരു ഓൾറെഡി നമ്പർ നമ്മൾ മനസ്സിലാലോചിച്ചിട്ട് നമ്മൾ ഗസ് ചെയ്യുക. ഏത് നമ്പറാണെന്ന് ഗസ് ചെയ്തിട്ട് അത് കറക്റ്റ് ആണെങ്കിൽ ഓക്കെ നമ്മൾ ജയിച്ചു, അല്ലാത്ത പക്ഷെ നമ്മൾ വീണ്ടും ട്രൈ ചെയ്യാം എന്നൊരു സംഭവമാണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. നമ്മുടെ ഗസ് നമ്പർ എന്ന് കൊടുക്കാം. ഓക്കെ, ഗസ് നമ്പർ ഈസ് ഈക്വൽ ടു 7 കൊടുത്തു. ഓക്കെ, 7 ആണ് നമ്മൾ ഗസ് ചെയ്തിട്ടുള്ള നമ്പർ എന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഞാൻ ചുമ്മാ XY എന്നല്ല കൊടുത്തേക്കണേ, ഒരു ഗസ് നമ്പർ എന്നാണ് കൊടുത്തത്. കാര്യം നമുക്കൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള വേരിയബിൾ നെയിം കൊടുക്കുന്നതായിരിക്കും എപ്പോഴും ഉചിതമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നമ്മൾ മീനിങ് ആയിട്ടുള്ള ഒരു പേര് കൊടുക്കാം. 7 ആണെന്ന് കരുതാം. നമുക്കറിയില്ല എപ്പോഴാണ് ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വൈൽ കൊടുക്കാം. വൈൽ ട്രൂ എന്ന് കൊടുക്കാം. അതൊരു കണ്ടീഷൻ കൊടുത്താൽ മതി. എന്തെങ്കിലും കണ്ടീഷൻ കൊടുത്താൽ ഇപ്പോൾ നമ്മൾ ട്രൂ എന്ന് കൊടുത്തു. വൈൽ ട്രൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കൊടുത്തു. അത് കഴിഞ്ഞ് നമുക്കൊരു ഇൻപുട്ട് ചെയ്യണം. അതായത് യൂസർ ഇൻപുട്ട് ചെയ്യണം. ഒരു നമ്പർ യൂസറാണ് ഇൻപുട്ട് ചെയ്യണം. ഇൻപുട്ട് ചെയ്തിട്ട് ആണ് നമുക്ക് മനസ്സിലാക്കുന്നത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് ഗസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഇൻപുട്ട് വേണം. ഓക്കെ, യൂസർ ഇൻപുട്ട്. ഓക്കെ, യൂസർ ഇൻപുട്ട് എന്ന് പറഞ്ഞു കൊടുത്തു. ഇൻഡ് ഓഫ് ഇൻപുട്ട് ഗസ് നമ്പർ കൊടുക്കും. ഗസ് നമ്പർ. ഓക്കെ, നമ്പർ ഗസ് ചെയ്യാൻ നമ്മുടെ യൂസറിനോട് പറയാണ്. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൂപ്പ് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് യൂസറിനോട് നമ്പർ ഗസ് ചെയ്യാൻ പറയാം. യൂസർ നമ്പർ ഗസ് ചെയ്യുക. എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ 5 ഗസ് ചെയ്തിരിക്കട്ടെ. 5 ഗസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു കണ്ടീഷൻ നോക്കണം. ഞാനിപ്പോൾ ഗസ് ചെയ്ത നമ്പർ, അതായത് 5ഉം ആ ഗസ് ഇവിടെ ഓൾറെഡി നമ്മുടെ കമ്പ്യൂട്ടർ ഗസ് ചെയ്ത നമ്പർ ഉണ്ട്, അതായത് 7 എന്ന് പറഞ്ഞത്. 7 ഈക്വൽ ആണോ എന്ന് നോക്കും. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ ഇൻപുട്ട് ഡബിൾ ഈസ് ഈക്വൽ ടു ഗസ് നമ്പർ. ഓക്കെ, ഇതിപ്പോൾ ഗസ് നമ്പറിനോട് ഈക്വൽ ആണോ യൂസർ നമ്പർ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. ആണെന്നുണ്ടെങ്കിൽ എന്താ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യാം. ഓക്കെ, യു വോൺ. ഓക്കെ, യു വോൺ ആണോ വിന്നാണോ എന്നായാലും ഗ്രാമർ നമുക്കിവിടെ വിഷയമില്ല. നമ്മളിവിടെ സിൻറ്റാക്സ് കറക്റ്റ് ആക്കാന്നുള്ളൂ. അതുകൊണ്ട് യു വോൺ എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, യു വോൺ നമ്മൾ ജയിച്ചു എന്ന് പറയണം. പിന്നെ നമുക്കത് മുമ്പോട്ട് പോകണ്ട. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു കീവേഡാണ് ബ്രേക്ക്. ഓക്കെ, ബ്രേക്ക് എന്നൊരു കീവേഡ് ഉണ്ട്. അതുപോലെ കണ്ടിന്യൂ എന്നൊരു കീവേഡ് ഉണ്ട്. ബ്രേക്ക് എന്നുള്ള കീവേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലൂപ്പാണെന്ന് ഇരിക്കട്ടെ. ലൂപ്പ് എവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ലൂപ്പ് അവിടെ വെച്ച് സ്റ്റോപ്പ് ആയി പോകും. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആയി പിന്നെ അങ്ങോട്ട് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ നിൽക്കില്ല. ലൂപ്പ് അടുത്തൊരു സെക്ഷനിലേക്ക് ഇപ്പോൾ ലൂപ്പ് കഴിഞ്ഞിട്ട് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ലൂപ്പിന് പുറത്ത് വന്നിട്ട് നമ്മളിവിടെ പ്രിന്റ് ഹെലോ നമ്മളിവിടെ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ലൂപ്പ് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഹെലോ പ്രിന്റ് ചെയ്യും. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അല്ലാത്ത പക്ഷം നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എൽസ് കൊടുക്കാം. ഓക്കെ, ഈഫ് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്രൂ ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എൽസ് ഉപയോഗിച്ചിട്ട് ട്രൂ അല്ലാത്ത പക്ഷം വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല. വേണമെന്നൊരു പ്രിന്റ് ചെയ്യണം. പ്രിന്റ് റോങ് ഗസ് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഹെലോ നമുക്കിവിടെ ജസ്റ്റ് നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതെന്താണെന്ന് വരുന്നതെന്ന് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഗസ് നമ്പർ ഞാനിപ്പോൾ ഒരു 5 ഗസ് ചെയ്തു. ഓക്കെ, റോങ് ഗസ്. ഞാൻ എന്നാൽ ഒരു 2 ഗസ് ചെയ്തു. നമുക്ക് ഓക്കെ അതും തെറ്റാണ്. ഞാൻ എന്നാൽ പിന്നെ 7 ഗസ് ചെയ്തു. 7 ഗസ് ചെയ്തപ്പോൾ കണ്ടോ യു വോൺ എന്ന് പറഞ്ഞു. നമുക്കറിയില്ല ഇത് എപ്പോഴാണ് തീരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ വൈൽ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വേറെ കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടിന്യൂ ബ്രേക്ക് കണ്ടിന്യൂ എന്ന് പറയുന്ന 2 കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നു. അപ്പോൾ അത് എവിടേക്കാണ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അതായത് ഇപ്പോൾ ഒരു ഫോർ ലൂപ്പ് ഞാൻ കൊടുക്കും. ഫോർ ഐ ഇൻ റേഞ്ച് 10. ഓക്കെ, 10 വരെയുള്ള ഒരു നമ്പർ പ്രിന്റ് ചെയ്യാനാണ് നമ്മൾ കൊടുക്കുന്നത്. ജസ്റ്റ് എന്നിട്ട് ഞാൻ പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ഐ എന്ന് കൊടുക്കും. അല്ലെങ്കിൽ പിന്നെ പ്രിന്റ് ഐ വേണ്ട, നമുക്ക് റേഞ്ച് if I double is equal to 5 എന്നാണെങ്കിൽ ബ്രേക്ക്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ അല്ലാത്ത പക്ഷം ഐ പ്രിന്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 വരെ എന്താ പറയുക ലൂപ്പ് ചെയ്തിട്ട് 1 മുതൽ 0 മുതൽ 9 വരെ
പ്രിന്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത് ആക്ച്വലി. ഇപ്പം നമ്മളിവിടെ വേറെ കാര്യം കൊടുത്തിട്ടുണ്ട് ഐ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആദ്യം 0 ആണ്, അത് കഴിഞ്ഞിട്ട് അത് 1 ആവും, 2 ആവും, 3 ആവും, അങ്ങനെ 9 വരും. ഓക്കെ, 9 വരെ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഐ എന്ന് പറയുന്നത് 5 സമയത്ത് ഓക്കെ I=5 എന്നാണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് ചെയ്യാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം ഇത് എങ്ങനെയാണ് വരുന്നത്. ഓക്കെ ഓക്കെ 0 1 2 3 5 വരെ പ്രിന്റ് ആയി. ഓക്കെ 5 ആയ സമയത്ത് അത് പ്രിന്റ് ആവാൻ നിന്നില്ല. പ്രിന്റ് ആവണതിന് മുമ്പ് ബ്രേക്ക് ചെയ്തു വെച്ചാൽ ആ ലൂപ്പിനെ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ ബ്രേക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താ വരിക, കണ്ടിന്യൂസ് ആയിട്ട് 10 വരെ അല്ല 9 വരെ 0 to 9 പ്രിന്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ ബ്രേക്ക് കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൂപ്പ് ആ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എവിടെയാണോ വന്നത് അവിടെ വെച്ചത് നിന്നുപോയി. അതുകൊണ്ട് നമ്മൾ ഇതിന് പകരം കണ്ടിന്യൂ കൊടുത്തേ നോക്കാം. ഓക്കെ ഓക്കെ കണ്ടിന്യൂ കൊടുത്ത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. 4 കഴിഞ്ഞാൽ 5 വന്നതിന് പകരം 6 ആണ് വന്നിരിക്കുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ. 5 വന്നപ്പോൾ ആ ലൂപ്പിന്റെ ബാക്കി കണ്ടിന്യൂ കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ ഒന്നല്ല ഒരു 5-6 സ്റ്റേറ്റ്മെന്റ്സോ അല്ലെങ്കിൽ പിന്നെ ലൈൻസ് ഉണ്ടെന്ന് ഇരിക്കട്ടെ, അതിനൊന്നും എക്സിക്യൂട്ട് ചെയ്യില്ല. ജസ്റ്റ് അടുത്ത ലൂപ്പിലേക്ക് സ്കിപ്പ് ചെയ്യും. ബാക്കിയുള്ളതിനെ ഒന്നും കാര്യമാക്കില്ല, അതിന് പകരം അടുത്ത ലൂപ്പിലേക്ക് സ്കിപ്പ് ചെയ്യും. അതുകൊണ്ടാണ് 5 എന്നത് പ്രിന്റ് ആവാത്തത്. 5 പ്രിന്റ് ചെയ്തില്ല, അതിന് പകരം 6 പ്രിന്റ് ചെയ്തു, 7 പ്രിന്റ് ചെയ്തു, 8 പ്രിന്റ് ചെയ്തു, 9 പ്രിന്റ് ചെയ്തു. അതാണ് അങ്ങനെയാണ് ബ്രേക്ക് കണ്ടിന്യൂ ഈ 2 കാര്യങ്ങൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അങ്ങനെ സംഭവം അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് 2 തരം ലൂപ്പുകളെ കുറിച്ച് നമുക്ക് പറയാനുണ്ടെങ്കിൽ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നമ്മൾ വേറെ ഒന്നും പറഞ്ഞില്ല, ലൂപ്പ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് റൺ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വീണ്ടും കോപ്പി പേസ്റ്റ് വല്ല ചെയ്യുന്നതിന് പകരം നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ട് വളരെ സിമ്പിളായിട്ട് ലൂപ്പ് ഉപയോഗിച്ച് ചെയ്യാം. നമുക്കൊരു ലിമിറ്റ് അറിയാവുന്ന വല്ല കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. അതല്ല ലിമിറ്റ് നമുക്ക് അറിയില്ലാത്തൊരു കേസസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വൈൽ ലൂപ്പ് യൂസ് ചെയ്യാം. പിന്നെ ഒരു ലൂപ്പിനുള്ളിൽ അടുത്തൊരു ലൂപ്പ് നമുക്ക് കൊടുക്കാം. ഓക്കെ, അത് മാത്രമല്ല നമുക്കിപ്പോൾ ലൂപ്പിനൂടെ നമുക്ക് എൽസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. എക്സാമ്പിൾ പറയുകയാണ് ഫോർ I in range 10. ഓക്കെ, range 10 if I double is equal to 10 എന്നാണെങ്കിൽ print 10. ഓക്കെ ഗൈസ്, ഇപ്പം നമ്മൾ ഈ ലൂപ്പ് നോക്കിയാൽ I10 വരെ പോകും. 10 വരെ പോകുന്ന വെച്ചാൽ 0 to 9 വരെ പോകാമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ I=10 ആണെന്നുണ്ടെങ്കിൽ എന്താണ് വരുന്നത്, 10 ഫൗണ്ട് എന്ന് പ്രിന്റ് ചെയ്യണം. ഓക്കെ, നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം എന്താണ് വരുന്നതെന്ന്. റൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്കിവിടെ ഒന്നും തന്നെ വന്നിട്ടില്ല. ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നോക്കാം. ഓക്കെ, നമുക്കിവിടെ ഒന്നും പ്രിന്റ് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എൽസ് കേസ് കൊടുക്കണം. ഇവിടെ ഒരു എൽസ് കൊടുക്കണം. എൽസ് കൊടുത്തിട്ട് പ്രിന്റ് ചെയ്യാം 10 not found. ഓക്കെ, 10 not found എന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, 10 not found. സോറി 10 അല്ല കേട്ടോ അത്. ഓക്കെ, ഇപ്പോൾ 10 ആയത്. 10 നോട്ട് ഫൗണ്ട്. അതായത് നമ്മളൊരു ഫോർ ലൂപ്പിനുള്ളിൽ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കുകയാണ്. അതൊന്നും നേരെ വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു എൽസ് കേസ് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഈഫിനകത്ത് എന്തിനാണോ എൽസ് യൂസ് ചെയ്യുന്നത്, അതായത് ഈഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈഫ് സ്റ്റേറ്റ്മെന്റ്സ് വർക്ക് ചെയ്യും. അതിപ്പോൾ കണ്ടീഷൻ ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ എൽസ് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു ഫോർ ലൂപ്പിനുള്ളിൽ നമ്മളൊരു ഇത് കൊടുത്തു, പക്ഷെ അതിനകത്ത് ഇല്ലാത്തൊരു സംഭവമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എൽസ് കൊടുത്ത് പ്രിന്റ് ചെയ്യാം. അങ്ങനെയാണ് എൽസ് ഉപയോഗിക്കുന്നത്. അതുപോലെ നമുക്ക് വൈൽ ലൂപ്പിലൂടെ ഇതേ എൽസ് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കിയായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, അതുവരെ.